അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ്. ബാബുൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ എന്ന ബാബ് ಅದರ ആയത്തുകളായിട്ട് ഞങ്ങൾ വിശദീകരിച്ച് വെച്ചത്. നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുകയും തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിരോധിക്കുകയും വേണം. ഒരു രായത്ത് നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്ന ഒരു സമൂഹം വേണം. തെറ്റായ കാര്യത്തിൽ ഇത് തെറ്റ് എന്ന് വിരോധിക്കേണ്ട ആൾമാറും വേണം. അത് വിരോധിക്കുകയും വേണം. എന്നെങ്കിൽ ആ റായത്ത് അള്ളാഹുടെ ലഅനത്തുണ്ടാവില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ വിശദീകരിച്ചതായിട്ടിക്കണ്. ആയത്തുകളായിട്ട് അവിടെ വിശദീകരിച്ചത്. ഇന്ത്യ പതിരെ ഹദീസുകളായിട്ട് അമ്മൽ അഹദീസു ഹദീസുകൾ അൻ അബി സഈദ് ഫൽ അവ്വലു ഒന്നാമത്തെ ഹദീസ് അൻ അബി സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസ് ഖാല അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ചൊല്ലുക സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലതായിട്ട് ഞാൻ കേട്ട് മൻ റഅ മിൻകും മുൻകറൻ നിങ്ങളിൽ നിന്ന് ഒരാൾ ഒരു മുൻകറിനെ അവൻ അറിഞ്ഞാൽ റആൻ എന്നതിന്റെ അർത്ഥം കണ്ടു എന്നാണ്. അപ്പൊ കണ്ടിട്ടോ കേട്ടിട്ടോ വിരോധിക്കപ്പെട്ട ഒരു കാര്യം ഹറാമായ ഒരു കാര്യം അവിടെ നടക്കരുത് എന്ന് അവൻ അറിഞ്ഞാൽ ഫൽ യുഗയ്യിറുഹു ബിയദിഹി അതിനെ അവന്റെ കൈ കൊണ്ടിട്ട് അവൻ അതിനെ തഗീറാക്കണം. എങ്ങനെ അതിനെ തഗീറാക്കണമെന്ന് കള്ളു കുടിക്കുന്ന ഒരാൾ അവിടെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ പാത്രം എടുത്തിട്ട് അതിനെ ബൽച്ചെറിയണം. കുപ്പിയാണെങ്കിൽ അതിനെ ബൽച്ചെറിഞ്ഞ് പൊട്ടുവാട്ടണം, അതിനെ തൂയണം. അപ്പൊ ഹറാമായ ഒരു കാര്യം കണ്ടെങ്കിൽ അതിനെ കൈ കൊണ്ട് അവന് തടയണം. ഫൈലം യസ്തതി അത് സാധിച്ചില്ലെങ്കിലോ അവന് അവന്റെ താക്കത്ത് കാട്ടിട്ട് നിപ്പാട്ടുകാവില്ലെങ്കിലോ ഫബിലിസാനിഹി അവന്റെ നാവ് കൊണ്ട് അവൻ തടയണം. നാവ് കണ്ടങ്ങനെ ജോറാക്കുക, അല്ലെങ്കിൽ പേടിപ്പാട്ടുക, അല്ലെങ്കിൽ അത് തെറ്റ് എന്ന് ചൊന്നു കൊടുക്കുക. രീതിയിൽ തീർത്ത് ആ രീതിയിൽ, അതായത് ആ എതിരുള്ള ആളെ നോക്കിയിട്ടായിരിക്കുന്നത്. ഇപ്പോ അടിച്ചിട്ട് നിപ്പാട്ട് തീരെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നാവ് കൊണ്ടെങ്കിൽ അങ്ങനെ. ഫൈലം യസ്തതി ഇനി ഇതും സാധിക്കില്ലെങ്കിലോ ഫബി ഖൽബിഹി അവന്റെ ഖൽബ് കൊണ്ട് അവൻ അതിന് വിരോധിക്കണം. ഖൽബ് കൊണ്ട് വിരോധിക്കണം ചെന്നേന് അത് ചെയ്തത് ഓൺ ഇഷ്ടപ്പെടുകത്തില്ല. അവൻ ചെയ്തത് ഹറാം, ആ ഹറാം ചെയ്യുമ്പോൾ അതിരൊട്ടി കൊണക്ക് വെറുപ്പ് വേണം. അതിരെ അവൻ്റെ ഇട്ട് കൂട്ടുകെട്ടൊക്കെ തീര അവൻ്റെ ഇട്ടിക്ക് മനസ്സിൽ വെറുപ്പ് വേണം. ആ ചെയ്തതിട്ട് വെറുപ്പ് വേണം. അത് നല്ല ഇത് അല്ല അങ്ങനെ നാനും ചെയ്യണത് അങ്ങനല്ല ചിന്തിക്കേണ്ടത്. ഖൽബ് കൊണ്ടെങ്കിലും വിരോധിക്കും. വദാലിക ആ കൽബ് കൊണ്ട് വിരോധിക്കുക എന്നത് അള്ളാഹുൽ ഈമാൻ ഈമാനിൽ വെച്ച് ഏറ്റവും ബലം കുറഞ്ഞത്. റവാഹു മുസ്ലിം. അപ്പോ അതിനായിട്ട് അപ്പുറത്തൊന്നുമില്ല. ഈമാൻ അവന്റെ കൽബിലുണ്ടെങ്കിൽ അത്രയെങ്കിലും ആ കൽബ് കൊണ്ടെങ്കിലും ഒരു വെറുപ്പ് അവനിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. റവാഹു മുസ്ലിം. അസാനി ഈ ബാബിലെ രണ്ടാമത്തെ ഹദീസ് നമ്പർ 185 അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിട്ട് ഹദീസ് റിപ്പോർട്ട് ആക്കുക. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ത് മാ മിൻ നബിയ്യിൻ ഒരു നബിയും ഇല്ല ബഅസഹുല്ലാഹു അല്ലാഹു അയാളെ നബിയാക്കി അയച്ചു ഫി ഉമ്മത്തിൻ ഒരു ഉമ്മത്തിൽ കബലി നക്ക് മുന്നൽ കഴിഞ്ഞു പോയ ഉമ്മത്തിൽ ഇല്ല കാന ലഹു ആ നബിക്കില്ലാണ്ട് മിൻ ഉമ്മത്തിഹി ആ നബിയുടെ ഉമ്മത്തിൽ നിന്ന് ഹവാരിയൂന പ്രത്യേകക്കാർ. അപ്പൊ ഏതൊരു നബിയും നക്ക് മുന്നൽ വന്നു പോയിടോ ആ നബിമാർക്ക് പ്രത്യേകം ആൾക്കാർ, ആ നബിയുടെ പേഴ്സണൽ ആൾക്കാർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ, ആ നബിരൊട്ട് എപ്പോഴും കൂടി നടക്കുന്ന ആൾമാർ പ്രത്യേകക്കാർ ഉണ്ടാവും. വാസ്വഹാബുൻ ആ നബിക്ക് അനുയായികളും ഉണ്ടാവും. യഖുദൂന ബിസുന്നതിഹി ആ നബിയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നത്. വയഖ്തദൂന ബി അംരിഹി ആ നബിയുടെ കൽപ്പനയെ അങ്ങ് തുടർന്ന് ജീവിക്കുന്നത്.
അങ്ങനത്തെ അസ്വഹാബും ആ നബിയെ കൂടിയ നബിരൊട്ടു കൂടിയ മുഅ്മിനീങ്ങളും ആ നബിക്ക് സെപ്പറേറ്റ് ആയ ചില ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. എല്ലാ നബിമാരും അങ്ങനെ തന്നെ ആയിട്ട് നക്ക് മുന്നിൽ കഴിഞ്ഞു പോയ നബിമാർ. അതിന് ചൊല്ലുമ്പത്തുക ഒരു നബിയെ കൊണ്ട് ഒന്ന് രണ്ടാൾമാർ വിശ്വസിച്ചെങ്കുമുള്ളവരും. അപ്പൊ ഈ നബി ഞങ്ങളെ നബിക്ക് മുന്നിൽ ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. ആ നബിമാരിൽ നിന്ന് പിന്നെ ആ നബിക്ക് പേഴ്സണൽ ആൾക്കാരും ഉള്ളവർ, അതാ ഹവാരിയൂന നബിയെ ആ നബിക്ക് ഇടത്തും വലത്തും എപ്പോഴും സഹായിയായി നിൽക്കണം. ആ നബിയെ കൊണ്ട് വിശ്വസിച്ച് പിന്തുടർന്ന് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. സുമ്മ ഇന്നഹ പിന്നതാ തഖ്ലുഫു ആ പകരം വരും മിൻബാദിം അവർക്ക് ശേഷം ഖുലൂഫുൻ മോശമായ ആൾക്കാർ. ആ നബിയെ ആ സമുദായത്തിൽ പിന്നെ കുറെ കാലം കഴിഞ്ഞ് ആ നബിയെ കൊണ്ട് പിന്തുടർന്ന നല്ല നല്ല ആൾക്കാരുണ്ടാവും. അതിൽ പിന്നെ അതാ മോശമായ ആൾക്കാർ വരും. ഖുലൂഫിന്റെ അർത്ഥാണ് ഷറുകല ഉണ്ടാക്കുന്ന ആൾമാർ, മോശമായ ആൾക്കാർ. യഖൂലൂൻ അവർ പറയും, മാ ഒന്നിനെ ലാ യഫ്അലൂൻ അവർ ചെയ്യാത്ത ഒന്നിനെ, വയഫ്അലൂൻ അവർ ചെയ്യും, മാ ലാ യുഅ്മറൂൻ അവരോട് കൽപ്പിക്കപ്പെടാത്ത. അപ്പൊ അങ്ങനെ അങ്ങലിട്ട് ചൊന്നത് അങ്ങ ആക്കാത്ത വിഷയമായിട്ടിട്ട് അങ്ങ മനുഷ്യന്മാർക്ക് ചൊന്നു കൊടുക്കേ, അങ്ങലിട്ട് ആക്കുന്നു ചൊന്നതിലെല്ലാം അങ്ങ് ആക്കേ, അങ്ങലിട്ട് കൽപ്പിക്കപ്പെടാത്തതിന് അങ്ങ് ചെയ്തേ. ഫമൻ ജാഹദവും അങ്ങനെയുള്ള ഒരു സമൂഹത്തോട് ഒരുത്തൻ യുദ്ധം ചെയ്തെങ്കിൽ ബിയദി കൈ കൊണ്ടിട്ട് ഫഹുവ മുഅ്മിൻ അവൻ മുഅ്മിനായിട്ടിട്ട് യഥാർത്ഥ ഈമാനുള്ള ആൾ. അത്തരം ആൾക്കാരെ എതിർത്താൻ കണ്ടെങ്കിൽ അവൻ യഥാർത്ഥ മുഅ്മിൻ. ഒമൻ ജാഹദവും ബി ഖൽബി കൽബ് കൊണ്ടൊരുത്ത അവനിട്ട് യുദ്ധം ചെയ്ത്, കൽബ് കൊണ്ട് യുദ്ധം ചെയ്ത് അവനോട്ട് വെറുക്കിടങ്ങനെ ഫഹുവ മുഅ്മിൻ അവൻ മുഅ്മിനാണ്. ഒമൻ ജാഹദവും ബി ലിസാനി നാവ് കൊണ്ടൊരുത്തൻ അവനോട്ട് യുദ്ധാക്കിയെങ്കിൽ ഫഹുവ മുഅ്മിൻ അവനും മുഅ്മിനായിട്ടിട്ട്. വലൈസ വറാദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദലിൻ അത്ര അപ്പുറത്ത് ഈമാന്റെ ഒരു കടുകുമണി പോലും ഇല്ല. റവാഹു മുസ്ലിം. അപ്പോ കുറെ കാലം കഴിയുമ്പോ വേണ്ടാത്ത ആളുമാർ വരും. ആ വരുമ്പത്തുക ആ ആളുമാരെ എതിർക്കണം. എങ്ങനെ എതിർക്കണം? കൈ കൊണ്ട് തടയുക തീരെങ്കിൽ അങ്ങനെ താക്കത്തനുസരിച്ചിട്ട്, അല്ല നാവ് കൊണ്ട് തടയുക, അങ്ങനെതിരെ പലക്ക പറയുകയും അങ്ങനെതിരെ ശബ്ദിക്കുകയും അങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വിരോധിക്കുകയും താക്കത്തു നാവ് കൊണ്ട് വിരോധിക്കണം. ഇനി അതും തീരില്ലെങ്കിൽ കൽബ് കൊണ്ട് വിരോധിക്കണം. അല്ല ഇപ്പൊ ഞങ്ങളെ നിന്റെ നോക്കറു എത്രയോ ആൾമാർ ഏത് സലഫി ചൊല്ലൊരു വിഭാഗം, തബ്ലീഗ് ചൊല്ലൊന്ന്, ജമാഅത്ത് ഇസ്ലാമി ഒന്ന്, കാദിയാനി ഒന്ന്, അഹ്ലുൽ ഖുർആൻ ഒന്ന്, അഹ്ലുൽ ഹദീസ് ചൊല്ല ഒന്ന്, ഇങ്ങനെ പല 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 വിഭാഗങ്ങളും വന്നുകൊണ്ടുണ്ട്. ആ വിഭാഗങ്ങളൊട്ടുക്ക് ഞങ്ങൾക്ക് കൂടുകാവുക. അങ്ങനെ കൽബ് കൊണ്ടെങ്കിലും വെറുക്കണം. അതാ ഈമാന്റെ ലാസ്റ്റ് ഒരു ഹന്ത. അതിന് അപ്പുറത്തൊരു ഈ കടുക് മണിയുടെ എത്ര ആണെങ്കിൽ ഈമാൻ ഇല്ല എന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് ചൊന്നത്. അപ്പോ ഷറായ ആൾക്കാരും ചൊല്ലുമ്പോഴത്തേക്ക് ഷറായ ആൾക്കാരും ചൊല്ലുമ്പോഴത്തേക്ക് നിസ്കരിക്കണമെന്ന് തന്നെ നിങ്ങൾ നോക്കൂ. നിസ്കാര, നോമ്പ്, സക്കാത്ത് ഈ വിഷയങ്ങളിൽ മാത്രല്ലല്ലോ ഇതിപ്പോ ഇത് നിസ്കരിക്കുന്ന ആൾമാരുള്ളവർ, നോമ്പ് പിടിക്കുന്ന ആൾമാരുള്ളവർ, സക്കാത്ത് കൊടുക്കുന്ന ആൾമാരുള്ളവർ, അതൊട്ടുക ആശയങ്ങളും വിശ്വാസങ്ങളും മനുഷ്യരെ പിന്നെ കട്ടെടുക്കുന്ന ആൾമാരുള്ളവർ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എങ്ങനെ വിശ്വസിക്കണം, അള്ളാഹുടെ കൊണ്ട് എങ്ങനെ വിശ്വസിക്കണം, ഇതായിട്ട് മുഅ്മിനീങ്ങളെ ഖൽബിലുള്ളത് അതിനെ മാറ്റിയെടുക്കുന്ന ആൾമാർ. ഇപ്പൊ നിങ്ങൾ സലഫി അല്ലെ, ഉടകണ്ടതായ സലഫി ചൊല്ലൊരു ഭാഗം, ജമാഅത്ത് ഇസ്ലാമി ചൊല്ലൊരു ഭാഗം നിസ്കരിക്കുന്നത്. അതേ സമയത്ത് അള്ളാഹുടെ കുറിച്ചോ അങ്ങനെ ഖൽബിലുള്ള ഈമാൻ എങ്ങനെ? അള്ളാഹുടെ സംബന്ധിച്ച് തെറ്റായ നിലക്കായിട്ട് അങ്ങ് വിശ്വസിക്കുന്നതും മനുഷ്യന്മാരെ വിശ്വസിക്കുവാനായിട്ട് ചൊല്ലതും അല്ലെ. ഈമാന്റെ വിഷയത്തിലായിട്ട് അങ്ങ തപ്പിപ്പോയത്. അല്ലാണ്ട് നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത്, അതേ സമയത്ത് പല വേണ്ടാത്ത വിശ്വാസങ്ങളും ആശയങ്ങളായിട്ട് അങ്ങവിടെ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങോട്ട് ഒരു കൽബ് കൊണ്ടെങ്കിലും വിരോധിക്കണം, അങ്ങോട്ടേക്ക് വെറുപ്പ് കാണണം. പിന്നെ അങ്ങക്ക് എങ്ങനെ സലാം ചൊല്ലേ, അങ്ങോട്ട് എങ്ങനെ കൂട്ടേ, അങ്ങനെ പള്ളിക്ക് എങ്ങനെ പോവാ, അങ്ങോട്ട് എങ്ങനെ സഹകരിക്ക? ഒരിക്കലും ഈമാൻ ഉണ്ടെങ്കിൽ അത് സാധ്യമേ അല്ല അല്ലെ. തബ്ലീഗും ചൊല്ല വിഭാഗം ഇവിടെ ഉണ്ട്. എല്ലാ വിഭാഗവും ഇബ്നു അബ്ദുൽ വഹാബിയുടെ ആശയത്തോടു കൂടെ അതിൽ നിന്നും പിരിഞ്ഞുണ്ടായ ടീമായിട്ട് ഇത്. ഇനി ഇതിൽ തന്നെ സലഫി ചൊല്ലൊരു വിഭാഗത്തിൽ തന്നെ പല വിഭാഗങ്ങളും ഉണ്ട്. ഏത് വിഷയത്തില്? നിസ്കാരത്തെ വിഷയത്തിൽ അങ്ങനെ ഭിന്നിപ്പായതല്ല.
നോമ്പുടെ വിഷയത്തിൽ അങ്ങ് ഭിന്നിപ്പായിട്ടല്ല, പിന്നെ അള്ളാഹുടെ കൊണ്ട് വിശ്വസിക്കുന്ന വിഷയത്തിലാണ് 8 വിഭാഗമായത്. അപ്പൊ ഇന്ത് തോലോ അങ്ങ് യഥാർത്ഥ ഈമാൻ എന്തിരേ എന്ന് മനസ്സിലാക്കുക സാധ്യമായിട്ടില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുകയില്ലേ. അപ്പൊ ഞാൻ ചൊന്നത് കൽബ് കൊണ്ടെങ്കിലും അങ്ങനെ വിരോധിക്കണം, വെറുപ്പ് വേണം. അത് ഈമാന്റെ ലാസ്റ്റ് ഹന്താണ്. 186 അസ്സാലിസ്, ഈ ബാബിലെ 3-ാമത്തെ ഹദീസ്. അൻ അബിൽ വലീദ് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഖാല ബായാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ചിട്ട് ബൈഅത്താക്കിയ അല സംഇ വത്താഅതി, നിങ്ങൾ ചൊല്ലത് ഞങ്ങൾ കേൾക്കട, വത്താഅതി നിങ്ങൾക്ക് ഞങ്ങൾ ഭയപ്പെടുക, ഫിൽ ഉസ്രി വൽ യുസ്ർ, അത് കഷ്ടക്കുമ്പത്തും കഷ്ടത്തെ കാര്യത്തിലാണെങ്കിലും എളുപ്പത്തെ കാര്യത്തിലാണെങ്കിലും, വൽ മൻഷത്തി വൽ മക്ര, മനുഷ്യത്തിലും മക്ര, മനുഷ്യത്തും ചെന്നെങ്കിൽ എളുപ്പത്തിൽ, മക്ര ചെന്നെങ്കിൽ കഷ്ടമുള്ള കാലത്തിലും, അത് എല്ലാ സമയത്തിലും. അത് ഞങ്ങൾക്ക് കഷ്ടമുള്ള കാര്യമാവട്ടെ, സുലഭമായ കാര്യമാവട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടതാവട്ടെ ഇഷ്ടപ്പെടാത്തതാവട്ടെ, ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ ഇഷ്ടപ്പെടാം, ഏത് കാര്യമാണെങ്കിലും നബിയെ നിങ്ങൾ ചൊന്നത് ഞങ്ങൾ അനുസരിക്കട, ഞങ്ങൾ നിങ്ങൾക്ക് ഭയപ്പെട്ട. വാല അസറത്തിൻ അലൈന, ഞങ്ങളെ അമീറന്മാർ, അതായത് രാജ്യത്തെ രാജാക്കന്മാർ, ചില ആൾമാർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായി അങ്ങ് കൊടുത്തറുണ്ടെങ്കിലും അതിലും ഞങ്ങൾ എന്താക്കട, അത് അനുസരിക്കട, അതിനെ ഞങ്ങൾ ഇതാക്കുക പോണ്ടില്ല. അപ്പൊ ഞങ്ങൾ അങ്ങക്ക് ഭയപ്പെടില്ല, ഞങ്ങൾ ചൊല്ലില്ല ഭയപ്പെട്ട. അതുപോലെ ഞങ്ങൾക്ക് അധികാരം കൊടുക്കപ്പെട്ട രാജാക്കന്മാർ അങ്ങോട്ട് ആ കാര്യത്തിൽ ഞങ്ങൾ തർക്കിക്കുകയും ഞങ്ങൾ പോണ്ടില്ല. ചില അധികാരത്തെ വലിച്ചെടുക്കുക പോയെങ്കിൽ ഒരാൾ രാജാവായിട്ട് അമീറായിട്ട് അയാളിട്ട് എതിർക്കുക പോയാൻ കണ്ടെങ്കിൽ പിന്നെ അവിടെ എന്താവും, റായത്ത് ഫസാദ് ഉണ്ടാവുന്നെങ്കിൽ അയാൾ അധികാരത്തെ വലിച്ച് ഓർത്തോ കീലിന്റെ ഓമ്പറമ്പ് പിന്നത്തെ വലിച്ച് കീലിന്റെ, അപ്പൊ ഇവിടെ ദുനിയാവിടെ കാര്യം തന്നെ അലക്ക് കഷ്ടത്തിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ നേതാക്കന്മാർ അമീറായിട്ട് ഞങ്ങൾക്ക് നിയമിക്കപ്പെട്ട ആളുമാരോട്ട് ഞങ്ങൾ തർക്കിക്കും, അങ്ങ് ചൊന്നതൊക്കെ ഞങ്ങൾ അനുസരിക്കട, അങ്ങനെ ഭയപ്പെടുക, അതിലോട്ട് ഞങ്ങൾ തർക്കിക്കുക നിൽക്കില്ല. ഇല്ല അന്തറൗ കുഫ്റൻ ബവാഹൻ ഇൻദകും മിനല്ലാഹി തആല ഫീഹി ബുർഹാൻ, പക്ഷേ കുഫർ, വ്യക്തമായ കുഫർ അങ്ങളിൽ നിന്ന് കണ്ടെങ്കിൽ പിന്നെ അതും അമീറല്ലേ അല്ലെ രാജാവല്ലേ ചൊന്നിട്ട് കാര്യമില്ല, അപ്പൊ ഞങ്ങൾ അത് എതിർക്കേണ്ടി വരും. എങ്ങനത്തതാ, ഇൻദകും മിനല്ലാഹി തആല ഫീഹി ബുർഹാൻ, അള്ളാഹുടെ വക്കൽ നിന്ന് നിങ്ങൾക്ക് അതിൽ വ്യക്തമായ പ്രൂഫ് ഉണ്ട്, ഇത് തെറ്റ്, ഇത് പാടില്ല എന്നുള്ളത്. അപ്പന് പിന്നെ ഞങ്ങൾ അമീർ ചൊന്നിട്ട് കാര്യമില്ല, അവിടെ ഞങ്ങൾ അത് എതിർക്കേണ്ടി വരും. അല്ലാത്തതിൽ ഞങ്ങൾ അങ്ങ് അനുസരിക്കണം. വാല അന്നഖൂല ബിൽ ഹഖ്, ഹക്ക് ഞങ്ങൾ ചൊല്ലണമെന്നും ഞങ്ങൾ ബയ്യത്താക്കിയ. ഐനമാക്കുന്ന ഞങ്ങൾ എവിടെയായാലും ലാ നഖാഫു ഫില്ലാഹി ലൗമത ലായിം, അള്ളാഹുടെ ദീന്റെ കാര്യത്തിൽ ഒരു ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപത്തെ ഞങ്ങൾ പേടിക്കില്ല. ഹക്ക് ഇത് ശരി, ഹക്ക് ഇത് യഥാർത്ഥം, ആ ഹക്ക് ഞങ്ങൾ എവിടെയും ഞങ്ങൾ ചൊല്ലാം, അതിൽ ഞങ്ങൾ ആരെയും ഭയപ്പെടില്ല എന്നും ഞങ്ങൾ ബയ്യത്താക്കി. മുത്തഫഖുൻ അലൈഹി. അപ്പൊ ഇതിൽ എന്തായി ഹദീസിൽ ചെന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്ട് ഞങ്ങൾ ബയ്യത്താക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞങ്ങൾ അനുസരിക്കുക. അതുപോലെ ഞങ്ങളെ രാജാക്കന്മാർ, ഞങ്ങൾക്ക് നിയമിക്കപ്പെട്ട ആളുമാർ അങ്ങ് അധികാരത്തിൽ വന്നേൻ കണ്ടെങ്കിൽ അങ്കും ഞങ്ങൾ എന്താക്കട ഭയപ്പെടുക, അനുസരിക്കുക. അങ്ങ് ആരെന്താ ആൾമാരെ സെലക്ട് ആക്കിയിട്ട് അങ്ക് എന്തെങ്കിലും പ്രത്യേക സ്ഥാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തേൻ കണ്ടെങ്കിലും അവിടെയും ഞങ്ങൾ അങ്ങ് എതിർ നിൽക്കവും പോണ്ടില്ല. അതുപോലെ അങ്ങനെ അധികാരത്തിലും ഞങ്ങൾ തർക്കിക്കവും പോണ്ടില്ല. പക്ഷേ ഇത് പിന്നെ കുഫർ, വ്യക്തമായ കുഫർ അങ്ങളിൽ നിന്ന് ഉണ്ടായിത്തൻ കണ്ടെങ്കിൽ അവിടെ പിന്നെ ഞങ്ങൾക്ക് എന്താക്കേണ്ടി വരും, അങ്ങോട്ടു എതിർക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾ മുണ്ടാൻ തെക്കില്ല, അത് അതിൽ വ്യക്തമായ തെളിവുണ്ട്. പിന്നെ ഏത് നേരത്താണെങ്കിലും ഹക്ക് ഞങ്ങൾ തുറന്നു ചൊണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്ട് ഞങ്ങൾ ബൈഅത്താക്കിയ എന്നാണ്. മുത്തഫഖുൻ അലൈഹി. അൽ മൻഷത്ത് വൽ മക്ര, ഈ ഹദീസിൽ മൻഷത്ത് മക്ര എന്ന രണ്ട് പദം കൊടുത്തു. ബി ഫത്ഹി മീമി ഹിമ, മീമി ഹിമ, രണ്ട് മീമുക്കും ഫത്ത് കൊണ്ട് മൻഷത്ത് മക്ര എന്ന്. ഐ ഫി സഹ്ലി വസ്സാഹിബ്, എളുപ്പമുള്ള കാലത്തും കഷ്ടമുള്ള കാലത്തും അനുസരിക്കണം. വൽ അസറത്ത് വഅസറത്ത് വല അസറത്തിൻ അലൈന എന്നല്ല. അപ്പൊ അസറത്ത് എന്ന് അൽ ഇഖ്തിസാസു ബിൽ മുസ്തറക്, ഒരേ പോലത്തെ ആൾമാരിൽ നിന്നും
ചില ആൾമാർ ഇപ്പൊ ഞങ്ങൾ സെയിം ഒരേ ലെവലിൽ നിൽക്കണം, അതിൽ നിന്ന് ചില ആൾമാർക്ക് ചില പ്രത്യേക എന്തെങ്കിലും കൊടുത്തേന്ന് കണ്ടെങ്കിൽ അതാ ഇഖ്തിസാസ് ചൊന്ന് തിരഞ്ഞെടുക്കുന്നു. ഒക്കത് സബക്ക ബയാനോ അതിന്റെ ബയാനം മുന്ന് ചൊന്നിട്ടായി ബവാൻ എന്നതിരത്തും ബി ഫത്ഹിൽ ബാഇൽ മുവഹദ ബാദഹ വാവുൻ, അവിടെ വാവുണ്ടല്ലേ, സുമ്മ അലിഫുൻ പിന്നെ അലിഫുണ്ട് വാവുണ്ട്, സുമ്മ ഹാവുൻ മുഹ്മല പിന്നെ പുള്ളിയില്ലാത്ത ഹാ ഉണ്ട്. ഐ ലാഹിറൻ വ്യക്തമായത് എന്നർത്ഥം ഭവാന്റെ അർത്ഥം. ലാ യഹ്തമിലു തഅവീലൻ അതിന് പിന്നറിന് നിനക്ക് വ്യാഖ്യാനിക്കുക സാധ്യമേ ഇല്ല. പ്രൂഫ് ഇത് കറക്റ്റ്, ഇത് പാടില്ല, ഇത് തെറ്റ് എന്ന്. അപ്പൊ അങ്ങനെയുള്ളത് കണ്ടെങ്കിൽ അവിടെ എതിർക്കേണ്ടി ഉണ്ട് എന്നുള്ളത്. അപ്പൊ 3 ഹദീസായിട്ട് ഞങ്ങൾ വിശദീകരിച്ചത്. അപ്പൊ തെറ്റായ ഒരു കാര്യം അതുകൂടെ കാണുമ്പോൾ അത് വിരോധിക്കേണ്ടതുണ്ട് അല്ലെ. നല്ല തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വിരോധിക്കേണ്ടത് കടമയായിട്ടിക്കട്, ഉത്തരവാദിത്വമായിട്ടിക്കട്. അത് പിന്നെ 6 തെറ്റായ കാര്യം ചൊന്നാൻ കണ്ടെങ്കിൽ അതൊക്കെ അനുസരിക്കുകയില്ല. അത് ഒരു തപ്പായ കാര്യം ചെന്നത് ഒരു രാജാവ് ചൊന്നാൻ കണ്ടെങ്കിലും ബാപ്പ ചെന്നെങ്കിലും ഉമ്മ ചെന്നെങ്കിലും 6 ചെന്നെങ്കിലും അള്ളാഹു തെറ്റ് ചെയ്തിട്ട് ഒരു പടപ്പുക അനുസരിക്കുകയില്ല, ഒരു പടപ്പിടെയും ബഹുമാനിക്കുകയില്ല. അള്ളാഹു തപ്പാക്കിയിട്ട് അള്ളാഹ് ഹറാമും ചെയ്തത് ഒരാളെ ഞങ്ങളുടെ ഹക്കവും തോന്നിട്ട് ഞങ്ങൾ അത് ബാപ്പല്ലേ, അത് ഉമ്മല്ലേ, അത് ഉസ്താദല്ലേ, അത് അവനല്ലേ ഓണല്ലേ എന്ന് നോക്കുകയൊന്നുമില്ല. അള്ളാഹ് ഹറാമും ചെന്നതിൽ ആർക്കും ഞങ്ങൾ ഭയപ്പെടുകയില്ല. അത് ഇത് തെറ്റെയ്ത ഹറാം എന്ന് ഞങ്ങൾ വ്യക്തമായി അവിടെ ചൊല്ലേണ്ടതുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല കാതോർത്ത് എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ, ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.